गोपी से मिले हमने तो राधा के ही प्रेम के हैं फूल खिले, इसलिए राधा चले, इसलिए राधा चले, बिना सोचे समझे, इसलिए राधा चले, इसलिए राधा चले। ബഹുമാനപ്പെട്ട അധ്യാപിക അധ്യാപകന്മാരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് 2022 ഓഗസ്റ്റ് 15 ഇന്ത്യ അതിൻ്റെ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം എന്ന മധുരമിഠായി തുടങ്ങിക്കൊണ്ട് ഭാരതം ഒരു പുതിയ പുലരിയെ വരവേൽക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി 12 മണിക്ക് വാതിൽ തുറന്നതും നവോത്ഥാനത്തിൻ്റെ ഒരു പുതിയ പുലരിയിലേക്കായിരുന്നു. അന്നുദിച്ച സ്വാതന്ത്ര്യ സൂര്യൻ പിന്നീട് അങ്ങോട്ട് ഭാരതത്തിന് വെളിച്ചം നൽകിക്കൊണ്ടേയിരുന്നു.
അന്നത്തെ സൂര്യന്റെ പൊൻപ്രഭയിൽ ജ്വലിച്ചു നിന്നത് ഓരോ ഇന്ത്യക്കാരന്റെ അഭിമാനവും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വിരോചനമായ സ്മരണകളുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സ്വാതന്ത്ര്യ ദിനം നമുക്ക് വെറും ഓർമ്മപ്പൂക്കൾ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ദിനം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ സ്മരണകൾക്കൊപ്പം തന്നെ ഇന്ന് സ്വാതന്ത്ര്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരവസരം കൂടിയാണ്. അന്ന് മുഴങ്ങിക്കേട്ടത് ഓരോ ഇന്ത്യക്കാരൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദമായിരുന്നെങ്കിൽ ഇന്ന് നാം കേൾക്കുന്നത് സ്വാതന്ത്ര്യം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരുടെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. നമ്മളുടെ വീരയോദ്ധാക്കൾ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും നമ്മൾ ഇന്ത്യയെ മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നെങ്കിൽ ഇന്ന് മറ്റൊരാളുടെ ആധിപത്യത്തിൽ കയറി നിറങ്ങാനുള്ള ഒരു ആയുധമായിട്ടാണ് സ്വാതന്ത്ര്യത്തെ നാം കാണുന്നത്. സ്വാതന്ത്ര്യത്തെ പറ്റി ചിന്തിക്കുന്ന ഓരോ നിമിഷവും ദേശസ്നേഹം നമ്മളുടെ രക്തത്തിലൂടെ വ്യാപിക്കണം. എന്നാൽ അതിനു പകരം ഇന്ന് ഭീകരമായ ഓർമ്മകളാണ് സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നത്. മറ്റൊരാളുടെയും ആധിപത്യത്തിൽ അല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ അവകാശമാണ് സ്വാതന്ത്ര്യം. ഇന്നത് നിരന്തര പീഡനങ്ങളുടെയും തീവ്രവാദത്തിൻ്റെയും പട്ടിണിയുടെയും ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. 21ാം നൂറ്റാണ്ട് ഇന്ത്യയുടേതാണെന്ന് പറഞ്ഞ് നാം അഭിമാനിക്കുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടെത്തി അത് പരിഹരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ മാത്രമേ നമ്മുടെ വിജയം പൂർണ്ണമാവുകയുള്ളൂ. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പാടിക്കേട്ട ഈ മണ്ണിൽ ഓരോ അണുവിനും സ്വാതന്ത്ര്യം എന്ന അവകാശം ലഭിക്കുമ്പോഴാണ് ഗാന്ധിജിയും ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും കെ കേളപ്പനും സ്വപ്നം കണ്ട ഇന്ത്യ യാഥാർത്ഥ്യമാകുന്നത്. ഭാരതത്തിന് ഇന്ന് ആവശ്യം അതിൻ്റെ ഞരമ്പുകളിലൂടെ വൈദ്യുത മഹാഗ്നി പ്രകടിപ്പിക്കുന്ന ഒരു പുതുപുത്തൻ തലമുറയാണ്. നമ്മളാകുന്ന ആ തലമുറയിലൂടെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ആകാശത്തിൻ്റെ അനന്തവിഹായസിലൂടെ പരമസ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ പറന്നുയരട്ടെ. മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരപുത്രന്മാർക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓരോ പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ ഉന്നതമായി തീരട്ടെ. ഭാരത് മാതാ കി ജയ്. വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദചാരുത കൂട്ടുലഞ്ഞൊരു ഭാരതം. ആ വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദചാരുത കൂട്ടുലഞ്ഞൊരു ഭാരതം. ജാതിദ്വേഷമതാന്ത ചിന്തകൾ മാഞ്ഞുപോയൊരു ഭാരതം, സത്യധാർമ്മിക മൂല്യ സംഹിത എന്നുമിവിടെ സനാതനം. ഭാരതം ഭാരതം മനോഹരം മനോഹരം, പുണ്യഭാരതം പുണ്യഭാരതം പരിപാവനം. വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദചാരുത കൂട്ടുലഞ്ഞൊരു ഭാരതം. ഇരവിലും പകലിലും ഹൃദയമാം വേദിയിൽ ശുഭശ്രുതി മനോഹര നാമം. അതു കേട്ടു വളരുകയാണനശ്വര തപസ്വീ ലോകം. വേഷഭാഷകളധികമെങ്കിലും ഒറ്റ ജനതയിതത്ഭുതം. ഭാരതം ഭാരതം മനോഹരം മനോഹരം
പുണ്യഭാരതം പുണ്യഭാരതം പരിപാവനം വിശ്വമോഹന ഹൃദയ സംസ്കൃതി പുത്തുചേർന്നൊരു ഭാരതം നിത്യഭാസുരവേദശാരുത കൂട്ടുലഞ്ഞൊരു ഭാരതം ജാതിദ്വേഷമതാന്ത ചിന്തകൾ മാഞ്ഞുപോയൊരു ഭാരതം സത്യധാർമ്മിക മൂല്യ സംഹിത എന്നുമെതിരെ സനാതനം ഭാരതം ഭാരതം മനോഹരം മനോഹരം പുണ്യഭാരതം പുണ്യഭാരതം പരിപാലനം.
मैंने अब सभी को आज़ादी का अमृत महोत्सव की शुभकामनाएं देती हूँ। भारत 15 अगस्त को अपने स्वतंत्रता दिवस मनाया जाता है। यह उस दिन की याद करने के लिए मनाया जाता है जब हम अंग्रेजी से आज़ादी मिली थी। 1947 तक हम विदेशियों के हाथों में था, लेकिन हमारा देश के साहसी नेताओं ने उनके खिलाफ लड़ाई लड़ी। इस तरह हम 15 अगस्त 1947 को आज़ाद हुए। स्वतंत्रता दिवस पूरा देश में मनाया जाता है। यह एक राष्ट्रीय अवकाश है। राष्ट्रीय ध्वज फहराना इस उत्सव का एक महत्वपूर्ण हिस्सा है। राष्ट्रपति और प्रधानमंत्री देश को संबोधित करते हैं। वे सभी भारतीयों को हार्दिक शुभकामनाएं भेजती है। यह स्वतंत्रता दिवस स्वतंत्रता सेनानियों को महान बलिदान की याद करने का भी अवसर है। आप जानते हैं कि हजारों लोगों ने देश के लिए अपने प्राण को दे दिया। स्वतंत्रता सेनानियों ने इतने कष्ट क्यों सही? यह मातृभूमि का उनका प्यार करने की कारण था। आज हम आजादी ले रहे हैं सिर्फ इसलिए कि उन्होंने कष्ट सहे। हम मातृभूमि को वैसे प्यार करना चाहिए जैसे हम अपनी माँ से प्यार करते हैं। एक माँ ने अपनी बच्चे को देखभाल करते हैं, उसी तरह एक देश ने उसकी नागरिकों को देखभाल करते हैं। हम अपने देश के हुए प्यार कई तरीके से इजहार करते हैं। ध्यान से राष्ट्रगान गाना करना चाहिए। राष्ट्रीय ध्वज को सम्मान करना सकता है। ऐसे संक्षेप में स्वतंत्रता दिवस हम भारतीयों के रूप में हमारे कर्तव्यों को याद दिलाते हैं। एक और बार आज़ादी की अमृत महोत्सव की शुभकामनाएं देकर मैं उपसंहार करता हूँ। धन्यवाद। जय हिंद। भारतम नित्य